ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എപ്പിസോഡുകളെല്ലാം നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ട് പോകുന്നുണ്ട്. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാകും ഗൈസ്. ഒരുപാട് ആൾക്കാരെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലൊക്കെ പറഞ്ഞ് ആദ്യം ഇവിടെ നടത്തിയിട്ട് ചാനലിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് കാണുന്നത് എന്ത് എന്നെ എല്ലാവരും പൊക്കുവാന്ന് എനിക്കറിയത്തില്ല. വേണ്ട, കമൻറ്റ് അടിച്ചിരിക്കുമോ എന്നെ താഴ്ത്തും ഗൈസ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണമെന്ന് എനിക്കൊരു പ്രചോദനമാകും. പിന്നെ അതുപോലെ നമ്മൾ കൂടുതലായിട്ട് ന്യൂസ് എടുക്കുന്നത് നമുക്ക് പറയാം, അവർക്ക് പ്രൊമോഷൻ അങ്ങനെ ആണെങ്കിൽ ആയിക്കോട്ടെ, റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ്. കാരണം ബാക്കിയുള്ളത് മസാല കൂടുതലായിട്ടുള്ളവർ എനിക്ക് തോന്നാറുണ്ട്. ഇതാകുമ്പം കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള വാർത്തകൾ കിട്ടും, ട്രസ്റ്റബിളുമാണ്. അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ ഒരു കാര്യം പറയുവാണ്, യൂട്യൂബിൻ്റെ കുറേ പോളിസി പ്രകാരം നമ്മൾ ലഹരി വസ്തു ഓരോ സാധനങ്ങളുടെ ഒന്നും പേര് പറയുന്നത് മനസ്സിലായല്ലോ, പേരൊന്നും പറയുന്നത് ശരിയല്ല. അത് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ആ സാധനം ഇല്ലേ പ്രശ്നമായിട്ടുള്ളത്, അതും കൊണ്ട് അണ്ണനെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. സാധനവുമായിട്ട് വിതരണക്കാരനെ പിടികൂടി, പോലീസിന് കൈമാറി. കണ്ടോ, സാധനം കയ്യിലുണ്ട്, സാധനം എങ്ങും പോയിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ നാട്ടുകാരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അവൻ്റെ കൈ ഇരിക്കുന്ന മിനിമം 2 കിലോ സാധനം കാണും. അവൻ്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുക തന്നെയാണ് വേണ്ടത്. അത് അവന് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആൾക്കാരെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവന് എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തുവാ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടോ സാധനമല്ല, ഇത് വിൽക്കാൻ വേണ്ടിയിട്ടുണ്ടെന്ന സാധനമാണ്. കാണിച്ചത് പോക്രിത്തരം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് എത്രമാത്രം ലഹരിയിലാണ് ഇയാൾ നടുറോട്ടിൽ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇന്നലെ ആയിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. വലിയ ലഹരി ഇയാൾ നടുറോട്ടിൽ നിൽക്കുന്നു, ആളുകളെ ആക്രമിക്കുന്നു. ഇതിനിടയിലാണ് സ്ഥലത്തെ വാർഡ് മെമ്പർ കൂടിയായ വാർഡ് മെമ്പറെ ആക്രമിക്കുന്നത്. അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാർഡ് മെമ്പർ രാകേഷിന് പരിക്കേറ്റു. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, ഇവനൊക്കെ മുങ്കാലി കെട്ടിട്ട് ചാട്ടവാൻ അടിക്കണം. ഒരു ഷർട്ട് പോലും ഇല്ലാതെ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചതിന് ശേഷം നാട്ടുകാർക്ക് നാശമായിട്ട് ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. ഇവനെയൊക്കെ എന്ത് ചെയ്യണം ഗൈസ്? നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് അടിച്ചിട്ട് വീട്ടിൽ പോയി കിടക്ക്. എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും, കുടിക്കുന്നതാണെന്നുണ്ടെങ്കിലും വലിക്കുന്നതാണെങ്കിലും മണക്കുന്നതാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കുന്നത് ഭൂലോകതമ്മാടത്തരമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് വിൽക്കുന്നത് അതിനേക്കാട്ടിലും വലിയ തെറ്റാണ്. പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് നാട്ടുകാർക്കും കൂടെ നാശം ഉണ്ടാക്കുന്ന നാട്ടുകാർ കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി സത്യം പറയുകയാണെന്നുള്ള ഒരു കാര്യമുണ്ട്. ഇന്ന് ചെറിയൊരു ആശ്വാസമുണ്ട്. ക്രൈമുകളൊക്കെ ചെറുതായിട്ടൊന്ന് കുറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു. കളമശ്ശേരി പോളിടെക്നിക്കിലെ തോട്ടം വേട്ട. ലഹരി വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കില്ല. എന്തുകൊണ്ട് പ്രതികളാക്കത്തില്ല? ഇവന്മാർ ഉപയോഗിക്കാൻ വേണ്ടി പണം നൽകിയിട്ടുണ്ടെങ്കിൽ ഇവന്മാരെയും പ്രതികളാക്കണം. ഉപയോഗിക്കാൻ പണം നൽകാതെ സാധനം കൊണ്ട് കൊടുക്കത്തില്ലല്ലോ. അപ്പം നിർബന്ധപരമായിട്ട് അവരെ കൊണ്ട് പൈസ കൊടുത്തിട്ട് സാധനം വേണം. ഇതിനൊരു ഡിമാൻഡ് മാർക്കറ്റ് ഉണ്ടാക്കിക്കല്ലോ. ഇവന്മാരെ പ്രതികളാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. SSLC എക്സാമിൽ ക്രമക്കേടെന്ന് ആക്ഷേപം. പരീക്ഷ ദിവസം ഡ്യൂട്ടി ഇല്ലാത്ത അധ്യാപകരും സ്കൂളിൽ. ടാപ്പ് വെട്ടി കൊടുക്കാനായിരിക്കും. ഒരുപാട് സ്കൂളിലൊക്കെ ഇങ്ങനെ കൊണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും വലിയ സംഭവം എന്തുവാ, മണ്ടക്കിരിക്കുന്നവന്മാരൊക്കെ നല്ലവരായതുകൊണ്ട് നല്ലതാ. ആശമാർ എന്നെ വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ടാണ് ഞാൻ അവരെ കാണാൻ പോയത്. സുരേഷ് ഗോപി. കഷ്ട ആശാവർക്കാർക്ക് കുറച്ചെങ്കിലും നിങ്ങളൊരു ഇത് കാണിക്കടേ. അവരും മനുഷ്യരാടേ, അവരും കൂടെ ഒന്ന് അവരുടെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കടേ. ആശാവർക്കന്മാരെ ദുരിതത്തിലാക്കിയേക്കുക. കൊടുമാളുമായി റീൽസ് ചിത്രീകരണം. കന്നഡ ബിഗ് ബോസ് മത്സരാർത്ഥിക്കെതിരെ കേസ്. റീൽസ് എടുത്തെന്നും പറഞ്ഞൊക്കെ കേസ് എടുത്തത് അതൊക്കെ ഭയങ്കര മോശമായി. അതൊന്നും വലിയ ആനയും ചെയ്യുന്ന സംഭവമൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് റീൽസ് എടുക്കുന്നതൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ കഴുത്ത് വെട്ടി കീറുന്നത് അതിനൊന്നും കുഴപ്പമില്ല. റീൽസ് എടുത്താൽ ഭയങ്കര പ്രശ്നമാണ്. ലഹരി കേസിൽ തെറ്റിദ്ധരിച്ച് ആരെയും കൊടുക്കരുത്. എക്സൈസിനെതിരെ പ്രതിഭ. ഈ ആൻറ്റിയുടെ മോനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യം പറയണമെന്നുണ്ട് അറിയത്തില്ല. അവർ പറയുന്നത് ഉപയോഗിച്ചിട്ടില്ല, തെളിവൊന്നുമില്ല. എന്തൊക്കെ എൻ്റെ പാർട്ടിക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും നടക്കുന്നൊക്കെയാണ് തോന്നുന്നത്. അറിയത്തില്ല, കാരണം അത് പ്രൂവ് ചെയ്തിട്ടില്ല. പ്രൂവ് ചെയ്യാത്ത കാര്യത്തെ പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. പിടിയുണ്ട് എന്ന് നടക്കൂടി. വീണ്ടും ആശാവർക്കർമാരുടെ കാര്യമാണല്ലോ. അവരുടെ കാര്യം ഇത് പരിഗണിച്ച് കൊടുത്തുകൂടെ നിങ്ങൾക്ക്? എന്തിനാ ഇത്ര ഫ്രസ്ട്രേഷൻ? പറയാനായിട്ട് കുടുംബത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പോലെ. സൂരജ് വധക്കേസ്. CPIM പ്രവർത്തകരായി 8 പ്രതികൾക്ക് ജീവപര്യന്തം. മാതൃകാപരമായ ശിക്ഷ.
പക്ഷേ ഇതേ വധക്കേസിന് മാത്രമല്ല, ലഹരി കേസിനും കൊണ്ടുപോകണം. ഇങ്ങനത്തെ ഈ ജീവപര്യന്തം ശിക്ഷയൊക്കെ കൊടുക്കണം. മിനിമം അങ്ങനെയൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ കുറച്ചൊക്കെ ഒന്ന് അയവ് വരത്തുള്ളൂ. കാരണം ഇന്നൊരു ഇച്ചിരി ഒരു ലൂസായിട്ടുണ്ട്. ഇന്നത്തെ അത്രയും കേസും ക്രൈമുകളും ഒന്നും ഇല്ല. ലഹരി ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഡെയിലി ഇത് റിസർച്ച് ചെയ്യാണ്ട് തോന്നുന്നത്. എൻ്റെ അമ്മ ഈ കോളയെല്ലാം അടിച്ച് കയറ്റിയിട്ട് വെട്ടിക്കീറുക എല്ലാത്തിനെയും. ആനയെ കയറ്റി അമിത വേഗത്തിൽ യാത്ര, ഇതൊക്കെ തെറ്റായിപ്പോയി ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഭൂലോക മോശമായിട്ടുള്ള പരിപാടിയാണ്. ഇങ്ങനെ കാണിക്കുക. നിങ്ങളിത് കാണാം, ഒരു ജീവി അതിനെ പിടിച്ച് അപ്പം ആനപ്രാന്തം വരെ പിന്നെ തന്തയ്ക്ക് വിളിക്കുകയായിരിക്കും. പക്ഷേ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനത്തെ കണ്ടന്റ് പറയുമ്പോൾ അവർ പറയും ആട്ടിക്കിടക്കുന്ന സാമാനത്തിനെ പിടിച്ച് ചെണ്ടയുടെയും മേളത്തിൻ്റെയും അതിൻ്റെ മൂട്ടി കൊണ്ടിട്ട് പടക്കവും പൊട്ടിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ മാറിയത് ചെണ്ടയും കൊട്ടി അതിൻ്റെ മണ്ടയ്ക്ക് പൊക്കാൻ പറ്റാത്ത സാധനം പൊക്കി വെച്ചിട്ട് തോട്ടിയും വെച്ച് അണ്ണാക്കും വെപ്പിച്ച് അതിനെ ഉപദ്രവിക്കാവുന്നതിനെ പരമാവധി ഉപദ്രവിച്ച് 4 പേരെ ചവിട്ടി കൊല്ലുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഒരു സമാധാനമാകും. അതുകൂടാതെ ഇതിനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പ്യുവർ കച്ചവടത്തിനായിട്ട് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടി വരും. സത്യം പറയണമെന്ന് അമ്മാര് സ്പീഡിലൊക്കെയാണ് ചില ആൾക്കാർ പോകുന്നത്. എല്ലാവരും അങ്ങനെ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി കൂടുതൽ ആനകൾ ഇപ്പം മനുഷ്യന്മാർക്ക്, ഞാൻ ഈ കാറിനകത്തിട്ട് ഞാൻ വിയർത്തുരിക്കുന്നത്. ഇപ്പം ഈ ആനയൊക്കെ ഈ പന്തത്തിൻ്റെയും ചൂട്ടിൻ്റെയൊക്കെ അടിയിൽ നിന്ന് എങ്ങനെ നിൽക്കുന്നേ? അതുങ്ങൾക്ക് ജീവനുള്ള ആനല്ലേ? അതുങ്ങളെയും തെറ്റ് പറയാൻ പറ്റത്തില്ല. മനുഷ്യന്മാരുടെ സ്വാർത്ഥതയുടെ ചിന്താഗതിക്ക് വേണ്ടിയിട്ട് അതുങ്ങളെ കൊണ്ടുപോയി പന്തത്തിൻ്റെ ചവിട്ടി നിർത്തി വെടിപ്പേരയുടെ അപ്പുറത്ത് കെട്ടിയിട്ട്, തെറ്റിദ്ധരിക്കരുത്, മറ്റേ അതിൽ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ അപ്പുറത്ത് കെട്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ മാറി ചെണ്ടയും കൊട്ടിയിട്ട് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശമാണ്. ആനയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മോശം. ഇപ്പോൾ ആന കമ്പക്കാരൊക്കെ വന്നിപ്പോൾ എന്നെ തെരുവില്ല. എനിക്കറിയാം, നിങ്ങളെ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്. ആ ബോധമുള്ളവർക്ക് മനസ്സിലാവും. അപ്പം ഗൈസ്, നമ്മുടെ ക്രൈം ഇച്ചിരി കുറഞ്ഞൊക്കെ വരുന്നതാണ്. നല്ല കാര്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് വലിയ ക്രൈമൊന്നും ഇല്ലായിരുന്നു ഇതുവരെ നോക്കിയിട്ട്. ഇനി രാത്രി അതിനെ കൂടെ കത്തിക്കുത്തും വെട്ടിക്കുത്തും ഒക്കെ വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടല്ലോ, എല്ലാം നിങ്ങൾ ചെയ്തങ്ങ് അനുഗ്രഹിച്ചേരെ. ഓക്കെ ഗൈസ്, ബൈ.